അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഖുർആനിന്റെ പഠനം അല്ലാഹു നമ്മിൽ നിന്ന് നല്ല ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആ ഖുർആനിന്റെ അഹ്ലുകാരിൽ, ആ ഖുർആനിന്റെ തൃപ്തി ലഭിച്ച ആളുകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സൂറത്തുൻ നാസിആത്തിന്റെ തുടക്ക ഭാഗത്തുള്ള ചില ആയത്തുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ പാർട്ട് വീഡിയോയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിന് ശേഷമുള്ള ആയത്തുകളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഥവാ ഖുലൂബുൻ യൗമഇദിൻ വാജിഫ എന്ന ആയത്ത് മുതൽ ശേഷമുള്ള കുറച്ച് ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് പഠിക്കാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദ്യം قلوب يومئذ واجفة. قلوب ഖാഫ്, ഖാഫിന്റെ മഖ്റജ് നാവിന്റെ അങ്ങേയറ്റം. ഖുലൂബുയ്യ അവിടെ മണിക്കണം. കാരണം എന്താണ്? സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം യാ, വാവ്, മീമ്, നൂന് ഈ നാലക്ഷരത്തിൽ ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ ഖുലൂബുൻ എന്ന് ഓതേണ്ടതിനു പകരം ഖുലൂബുയ്, ഖുലൂബുയ് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ യായിലേക്ക്, ആ ശേഷം വരുന്ന യായിലേക്ക് ചേർക്കും. ഖുലൂബുൻ യ എന്ന് പറയുന്നതിന് പകരം ഖുലൂബുയ്യ. മനസ്സിലായല്ലോ? ഇതാണ് ഈ യാ, വാവ്, മീമ്, നൂൻ ഈ നാലക്ഷരം ഇങ്ങനെ തന്നെ ചെയ്യാം. ഖുലൂബുയ്യ അവിടെ ചേർക്കുന്നതിന്റെ ഒപ്പം തന്നെ മണിക്കുകയും വേണം. ഇദ്ഗാം ബിഗുന്ന എന്ന നിയമത്തിന്റെ പേര്. അഥവാ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ചേർക്കുക, ബിഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കുക, മണിക്കലോടുകൂടിയുള്ള ചേർക്കൽ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു നിയമം മനസ്സിലാക്കി വെക്കണം. സുക്കൂനുള്ള നൂനോ തൻവീനോ വരിക, അതിന്റെ ശേഷം യാ, വാവ്, മീമ്, നൂന് എന്നീ നാലക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഈ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ഈ രണ്ടാമത് വന്ന യാ, വാവ്, മീമ്, നൂന് എന്നീ നാലക്ഷരത്തിലേക്ക് ചേർക്കുകയും ആ ചേർക്കലോടുകൂടി തന്നെ മണിക്കുകയും വേണം. ഇങ്ങനെ വാവിന്റെ മഖ്റജ് രണ്ട് ചുണ്ടുകളാണ് മുന്നിലേക്ക് കൂർപ്പിച്ചുകൊണ്ട്. പിന്നെയും വന്നു തൻവീനിന് ശേഷം വാവ് സംഭവിച്ചു. അപ്പൊ ചേർത്ത് മണിച്ചു. ശേഷം അബ്സാറുഹാ ഖാശിഅ. ഈ അഞ്ചക്ഷരത്തിന്റെ പ്രത്യേകത സുക്കൂൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് മുഴക്കം പോലെ വ്യക്തമാക്കി ഉച്ചരിക്കും. അബ്സാറുഹ എന്ന് ഓതേണ്ടതിനു പകരം അബ്സാറുഹ, അബ്, അബ്. ഇതാണ് വ്യത്യാസം. അബ്സാറുഹ, ശേഷം ഈ ബാഇന്, സുക്കൂനുള്ള ബാഇന് ശേഷം പിന്നീട് വരുന്നത് സ്വാദാണ്. സ്വാദ് എന്ന അക്ഷരത്തിന്റെ പ്രത്യേകത അത് ഇസ്തിഅലാഇന്റെ അക്ഷരമാണ്, തഫ്ഖീമിന്റെ അക്ഷരവുമാണ്. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ ഇത് പറയുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മേൽപോട്ട് ഉയരണം. അതോടുകൂടെ തഫ്ഖീം ചെയ്യുകയും വേണം. തഫ്ഖീം സിഫത്തുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, സിഫാത്തുൽ ഹുറൂഫിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. സ്വാദ്, ഹുസ്സലത്തിൻ ഖിൽ എന്ന അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾക്ക് ഇസ്തിഅല എന്നൊരു സിഫത്തുണ്ട്. അപ്പൊ ഈ സിഫത്ത് ഇതോടുകൂടെ തന്നെ ഇതിന് തഫ്ഖീം ആക്കുകയും വേണം. അബ്സാറുഹാ ഖാശിഅ, അബ്സാറുഹാ ഖാശിഅ. ശേഷം ഹിന്റെ മഖ്റജ് തൊണ്ടയുടെ തുടക്ക ഭാഗം, ഗൈൻ അതുപോലെ തന്നെ ഹ, ഈ രണ്ടക്ഷരങ്ങളും തൊണ്ടയുടെ ആദ്യ ഭാഗത്ത് നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോ ഹ അബ്സാറുഹാ ഖാശിഅ, ഖാശിഅ. ഐന് ശ്രദ്ധിക്കണം. ഐനിന്റെ മഖ്റജ് എവിടെയാണ്? തൊണ്ടയുടെ മധ്യഭാഗമാണ്, നടുഭാഗമാണ്. ഖാശിഅ അവസാനം ഹാത്ത ആണ്. ഹാത്ത ആയതുകൊണ്ട് സുക്കൂനുള്ള ഹാ
എങ്ങനെയാണോ നിർത്തുന്നത് അതുപോലെയാണ് ഈ താ ഇന്ന് നിർത്തേണ്ടത്. കാണുമ്പോൾ അത് താ ആണ്, പക്ഷെ നിർത്തുന്ന അവസരത്തിൽ അത് സുക്കൂനുള്ള ഹാ നിർത്തുന്ന കോലത്തിലാണ് ഇതിവിടെ നിർത്തേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹാത്ത ഹാത്ത എന്ന് വിളിക്കുന്നത്. അബ്സാറുഹാ ഖാശിഅ. ശേഷം യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ. യഖൂലൂന ഖാഫ് ശ്രദ്ധിക്കുക. യഖൂലൂന അഇന്ന അ ഈ രണ്ട് ഹംസയുണ്ട്, ശ്രദ്ധിക്കണം. അതുകൊണ്ട് യഖൂലൂന അഇന്ന നൂന് മീമ് എന്നീ രണ്ടക്ഷരങ്ങൾക്ക് ഷദ്ദ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മണിക്കണം. ഇത് തജ്വീദിന്റെ ഒരു പൊതുവായ നിയമമാണ്. ഇവിടെ അഇന്ന എന്ന സ്ഥലത്ത് കാണാൻ നൂനിന് ഷദ്ദ് സംഭവിച്ചതായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ മണിക്കണം. അഇന്ന എന്ന് തരിമൂ കൊണ്ട് മണിക്കണം. യഖൂലൂന അഇന്നാ ലമർദൂദൂന. ലമർ ശ്രദ്ധിക്കുക. ലമർ റാഇന് സുക്കൂൻ സംഭവിക്കുകയും അതിന്റെ തൊട്ടു മുമ്പ് ഫത്ഹോ ലമ്മോ സംഭവിച്ചാൽ ആ റാഇനെ തഫ്ഖീമാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. ലമർ എന്ന് ഉച്ചരിക്കണം എന്നർത്ഥം. എന്നാൽ ഈ റാഇന് സുക്കൂനുള്ള റായിന്റെ തൊട്ടു മുമ്പ് കെസറാണ് സംഭവിച്ചത് എങ്കിൽ മിൽ മിൽ മ്യൗ എന്നല്ല ഉച്ചരിക്കേണ്ടത്, മറിച്ച് മിൽ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇതാണ് റായിന് സുക്കൂൻ വന്നാലുള്ള നിയമം. ലമർദൂദൂന ഫിൽ ഹാഫിറ. ഫിൽ ഹാഫിറ അവിടെ ഹാ ശ്രദ്ധിക്കണം. ഫിൽ ഹാ ഈ ശബ്ദം പുറപ്പെടണം. ഫിൽ ഹാഫിറ. ഫിൽ ഹാഫിറ റാ ശ്രദ്ധിക്കണം. റായിന് നേരത്തെ നമ്മൾ പറഞ്ഞു റായിന് സുക്കൂൻ സംഭവിക്കുമ്പോൾ അവസ്ഥയാണ്. ഇനി റായിന് ഫത്ഹോ കസറോ ലമ്മോ ആണെങ്കിൽ എങ്ങനെ ഓതാ? ഫത്ഹും ലമ്മും ആണ് എങ്കിൽ അതിന് തഫ്ഖീമായിട്ടും, കസറ ആണെങ്കിൽ തർക്കീക്കാക്കിയുമാണ് ഉച്ചരിക്കേണ്ടത്. ഹാഫിറ കണ്ട, തഫ്ഖീമാക്കി ഉച്ചരിച്ചു. തർക്കീക്കാക്കി ഒന്ന് ഉച്ചരിച്ചു നോക്ക്. ഹാഫിര ഹാഫിര ഇങ്ങനെയായിരിക്കും ഓതേണ്ടത്. എന്നാലും നമ്മളിവിടെ നിയമപ്രകാരം ഇവിടെ ഫത്ഹ് സംഭവിക്കുമ്പോൾ തഫ്ഖീമാണ് ചെയ്യേണ്ടത് എന്ന കാരണത്താൽ നമ്മളിവിടെ തഫ്ഖീം ചെയ്യുന്നു. ഫിൽ ഹാഫിറ. ശേഷം അഇദാ കുന്നാ ഇളാമൻ നഖിറ. അഇദാ രണ്ട് ഹംസ ഉണ്ട്, ശ്രദ്ധിക്കണം. അഇദാ ദാലിന്റെ മഖ്റജ് നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ അറ്റവും. അഇദാ അഇദാ കുന്ന നൂനിന് ശബ്ദം സംഭവിച്ചു, അതുകൊണ്ട് മണിക്കണം. അഇദാ കുന്ന ഇളാ ഐ ഫസ്റ്റ് ഐനെ ശ്രദ്ധിക്കണം. മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. ശേഷം ലോ ലോന്റെ മഖ്റജ് നേരത്തെ നമ്മൾ പറഞ്ഞത് ദാലിന്റെ മഖ്റജ് പറഞ്ഞല്ലോ, നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ അറ്റവും. ഇതേ മഖ്റജ് തന്നെയാണ് ലോന്റെ മഖ്റജ്. എന്നാൽ ദാലും ലോവും തമ്മിലൊരു വ്യത്യാസമുണ്ട്, സിഫത്തുകളിൽ വ്യത്യാസമുണ്ട്. ലോയിന് തഫ്ഖീമാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. ഈ ലോ വായടഞ്ഞ രൂപത്തിൽ ഉച്ചരിക്കണം. ആ ഖിൽ എന്ന് പറയുന്ന ഖാഫിന് ശേഷമുള്ള ലോ തഫ്ഖീമാക്കി ഉച്ചരിക്കണം. അതുകൊണ്ട് അഇദാ കുന്നാ ഇളാമൻ നഖിറ. ഇളാമൻ അവിടെ മണിക്കണം. എന്തുകൊണ്ടാണ് മണിക്കേണ്ടത്? തൻവീനിന് ശേഷം യാ വാവ് നൂന് മീമ് എന്നീ നാലക്ഷരത്തിൽപ്പെട്ട നൂന് സംഭവിച്ചു. അപ്പോൾ ഇളാമൻ ന മൻ ന എന്ന് ഓതേണ്ട സ്ഥലത്ത് മന്ന എന്ന് ഓതി. തൻവീൻ ഇല്ലെങ്കിൽ എങ്ങനെയാണോ ഉച്ചരിക്കുക അതേപോലെ. വെറും ഒരു ഫതഹ് വന്നാൽ എങ്ങനെയാണ് ശരി, ആ മീമിന് വെറും ഒരു ഫതഹ് വന്നാൽ എങ്ങനെയാ ഉച്ചരിക്കുക? നമ്മള് മാ അതിനുശേഷം ന മന്ന അങ്ങനെയല്ല ഉച്ചരിക്കുക. ഇതാണ് ചേർക്കുക എന്ന് പറയാം. ഇദ്ഗാം ബിഗുന്ന നമ്മൾ പറഞ്ഞല്ലോ, ചേർത്ത് മണിക്കുക എന്ന് പറഞ്ഞു. ചേർക്കൽ എങ്ങനെയാ? ആ തൻവീനിൽ നിന്ന് ഒരു ഫതഹിനെ കളഞ്ഞാൽ മതി. അപ്പൊ സാധാ ഒരൊറ്റ ഫതഹായി മാറുന്നത് പോലെ ഉണ്ടാകും. അപ്പൊ മന്ന എന്നോതുമല്ലോ, ഇതേപോലെയാണ് ഇദ്ഗാം ചെയ്യേണ്ടത്. പിന്നെ അതോടുകൂടി ഗുന്ന അഥവാ മണിക്കണം. ഇളാമൻ നഖിറ ആ നൂനിഷം ഹ ആണ്, ശ്രദ്ധിക്കണം. തൊണ്ടയുടെ ആദ്യ ഭാഗമാണ്. ഇളാമൻ നഖിറ 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 ശ്രദ്ധിക്കണം അത്. ശേഷം ഖാലൂ തിൽക ഇദാ കറത്തുൻ ഖാസിറ. ഖാലു ഖാഫ് നേരത്തെ മഖ്റജൊക്കെ പറഞ്ഞു. ഖാലൂ തിൽക അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ളത് ഖാഫ് ഹുസ്സലഗ്തിൻ ഖിൽ ഖാഫാണ്. ഖിൽ
അവസാനത്തെ ഖിൽ എന്നതിന്റെ ഖാഫ്. അപ്പൊ എന്ത് ചെയ്യണം? ഇസ്തിഅലാന്റെ അക്ഷരമാണ്, തഫ്ഖീമാക്കി ഉച്ചരിക്കണം. നാവിന്റെ മധ്യഭാഗം മേലേക്ക് ഉയരണം. ഖാലൂ തിൽക ഇദാ ക, അവിടെ മണിക്കണം. തൻവീനിന് ശേഷം 15 അക്ഷരങ്ങളിൽപ്പെട്ട കാഫ് സംഭവിച്ചതുകൊണ്ട് അവിടെ ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ച് മണിക്കുന്നതിനാണ് ഇഖ്ഫാ എന്ന് പറയുക. എങ്ങനെയാണ് മറക്കുക, എങ്ങനെയാണ് മണിക്കുക? മണിക്കൽ എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഇനി മറക്കൽ എങ്ങനെയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ ശരിക്ക് ഇദൻ ക, ഇദൻ ക എന്നാണ് വേണ്ടത്. എന്നാൽ ഇവിടെ ഇദൻ എന്ന് പറയാതെ ആ അപ്പൊ തൻവീൻ ആണെങ്കിൽ ശരിക്കും നൂനിന്റെ മഖ്റജിലാണ് നാം കൊണ്ടുപോകേണ്ടത്. നൂനിന്റെ മഖ്റജ് എവിടെയാ? നാവിന്റെ അറ്റം മേലെ അണ്ണാക്കിൽ മുട്ടിക്കുക. ഇദൻ ന ഒന്ന് പറഞ്ഞു നോക്കുക, അപ്പൊ തന്നെ മനസ്സിലാവും. അപ്പോ എന്നാൽ ഇവിടെ ഇദൻ എന്ന് പറയാതെ അഥവാ നാവ് മേലെ മുട്ടിക്കാതെ, എന്നാൽ അതിന്റെ അടുത്ത് വരെ പോകണം. എവിടെ? ഈ അണ്ണാക്കിന്റെ അടുത്ത് വരെ പോയി ഇദാക ഇദൻക അങ്ങനെ കുറെ പേര് മണിക്കുന്നത് കാണാം. അത് തെറ്റാണ്. അത് ഒരുപാട് ആളുകൾ അങ്ങനെ ഓതുന്നത് കേൾക്കാം. എന്നാൽ അത് തെറ്റാണ്. മറിച്ച് ഇദൻക എന്നോതാതെ ഇദാക, അഥവാ നാവ് ഈ നൂനിന്റെ മഖ്റജിൽ പോകാതെ നൂനിന്റെ മഖ്റജിൽ കൊണ്ട് മുട്ടിക്കാതെ ഏകദേശം അടുത്ത് വരെ കൊണ്ടുപോയി അവിടെ നാവും സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം തരിമൂക്ക് കൊണ്ട് മണിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ യഥാർത്ഥ മഖ്റജിനെ മറച്ചു വെച്ച് അവിടെ നമ്മളൊരു തട്ടിപ്പ് കാണിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഇഖ്ഫാ മറച്ചു വെക്കുക എന്ന് പറയാനുള്ള കാരണം. ആ മറക്കലോടുകൂടി തന്നെ അവിടെ മണിക്കുകയും ചെയ്യുന്നു. ഇദാ എന്ന് പറഞ്ഞ് മണിക്കുന്നു. ഇതുകൊണ്ടാണ് ഇഖ്ഫാ എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ 15 അക്ഷരങ്ങളാണ്. നമ്മൾ സ്ക്രീനിൽ നേരത്തെ കണ്ടു. ഇദാ കറത്തുൻ ഖാസിറ, ഖാ ശ്രദ്ധിക്കണം. ഖാസിറ, സീനിന്റെ പ്രത്യേകത എന്ന സഫീർ എന്ന സിഫത്ത് പുറപ്പെടണം. ആ ഒരു ശബ്ദം കേൾക്കണം എന്നർത്ഥം. ഖാലൂ തിൽക ഇദാ കറത്തുൻ ഖാസിറ. ശേഷം ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ. ഫഇന്നമാ നൂനിന് ശബ്ദം വന്നു, അതുകൊണ്ട് മണിക്കണം. ഫഇന്നമാ ഹിയ സജ്റ, എന്ന ശബ്ദം പുറപ്പെടണം. തഫ്ഖീം ചെയ്യണം. കാരണം എന്താ? ഫതഹ് സംഭവിച്ചു. ഫതഹും ലമ്മും ആണെങ്കിൽ തഫ്ഖീം, കസർ ആണെങ്കിൽ തർക്കീക്ക്. ഏത് നിയമമാ? ഇദ്ഗാം ബിഗുന്ന, തൻവീനിന് ശേഷം വാവ് വന്നു. സജ്റത്തുൻ വാഹിദ, വാഹി ഹി, സജ്റത്തുൻ വാഹിദ. فإنما هي زجرة واحدة. ശേഷം فإذا هم بالساهرة. فإذا ദാലിന്റെ മഖ്റജ് പറഞ്ഞു. فإذا هم അവിടെ മണിക്കണം. സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങൾ മൊത്തം 3 പഠിച്ചിട്ടുണ്ടാകും. ആ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ ഷഫവിയാണ് നിയമം. ഇഖ്ഫാ ചെയ്യണം. അവിടെയും മറക്കണം, മറച്ചു മണിക്കണം. എങ്ങനെ അവിടെ മറച്ചു മണിക്കുക? അവിടെ ശരിക്കും ഫഇദാഹും എന്ന് പറയണം. ശരിക്കും മീന്റെ മഖ്റജ് ഏതാ? 2 ചുണ്ടുകളാണ്. അപ്പൊ ശരിക്കും ഫഇദാഹും എന്ന് പറയണം. എന്നാൽ അവിടെ മറക്കുകയാണ്. യഥാർത്ഥത്തിൽ മുട്ടിക്കാൻ പാടില്ല. ഇവിടെ ഇത് ഒരുപാട് ആളുകൾ തെറ്റിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഫഇദാഹും ഞാൻ ഇവിടെ മുട്ടിച്ചിട്ടില്ല. ഏതായാലും ഏകദേശം അടുത്തുവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഫഇദാഹും ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണാം. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകണം. എന്നാൽ ഇഖ്ഫാ എന്ന് തന്നെ പറയാൻ പറ്റൂ. കാരണം യഥാർത്ഥ മഖ്റജിൽ മുട്ടിക്കാതെ അവിടെ ഒരു തട്ടിപ്പ് കാണിക്കുന്നു, മറച്ചു വെക്കുന്നു, അതോടൊപ്പം മണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇഖ്ഫാ ഷഫവി എന്ന് പറയാൻ കാരണം. ഫഇദാഹും ബിസ്സാഹിറ. ശേഷം ഹൽ അതാക ഹദീസു മൂസ. ഹൽ അതാക ഹദീസു. ഹദീസു സാഇന്റെ മഖ്റജ് നാവിന്റെ അറ്റവും. നേരത്തെ നമ്മൾ ദാലിന്റെ മഖ്റജും അതുപോലെ ളാഇന്റെ മഖ്റജും പറഞ്ഞില്ല, അതേ മഖ്റജ് തന്നെയാണ് സാഇന്റെ മഖ്റജും. ഹൽ അതാക ഹദീസു മൂസ. മൂസ ഹദീസു
മൂസ. അവിടെ മൂസ എന്ന് പറയുമ്പോൾ സീനാണ്, ഹദീസ് എന്ന് പറയുമ്പോൾ സാ ആണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വദഖല്ലാഹുൽ അലീം. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ തൃപ്തിപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.